വോക്സ് വാഗൻ്റെ ടൈഗൂൺ എന്ന് പറഞ്ഞ വണ്ടിയായത്. 24 ലക്ഷം ഉറുപ്പ്യോളം വരുന്ന വണ്ടി. ഒരു കൊല്ലമായിട്ടില്ല എന്ന് അറിയാൻ കഴിഞ്ഞ. ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ ഇന്ന് വെലങ്ങാടേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാ. വെലങ്ങാട് ഉരുൾപൊട്ടിയ സ്ഥലത്തേക്ക് കുറേ ദിവസമായി പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നു. അങ്ങനെ സമയം കിട്ടില്ല. അതുപോലെ തന്നെ ഓരോ കാരണങ്ങൾ, ഓരോരുത്തർക്ക് ഓരോ കാരണങ്ങളുണ്ടാവും. അങ്ങനെ സമയം കിട്ടിയില്ല. അങ്ങനെ ഇന്ന് സമയം അങ്ങനെല്ലോ ആക്കി ഒപ്പിച്ച് ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങുന്ന. അപ്പോൾ നേരെ വെലങ്ങാട് പോയിട്ട് അവിടെയുള്ള കാഴ്ചകൾ എന്താണെന്നല്ല ഒന്നും അറിയില്ല. അവിടെ പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് കേട്ടെ. അപ്പോൾ നേരെ എന്ത് ചെയ്യുക, അവിടെയുള്ള വീഡിയോയിൽ കാണാം. ഓക്കെ. അങ്ങനെ നമ്മൾ വയനാട്ടിൽ ഇവിടെ വെലങ്ങാടെത്തി. വെലങ്ങാട് നോക്കുമ്പോൾ നമ്മൾ വിചാരിച്ചു കൊള്ളുന്നില്ല, കാര്യങ്ങൾ ഭയങ്കര ഗൗരവമാണ്. പൊട്ടെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര പൊട്ടാ പൊട്ടി. ഒരു വീടിനെക്കാട്ടും വലിപ്പമുള്ള പാറകളാണ്. വീടിനേക്കാളും വലിയ പാറയാണ്. അപ്പോൾ ഇതിൻ്റെ ഭീകരത കണ്ടറിയേണ്ടിരുന്നവർ അത്ര ആൾക്കാർ ഇവിടെ കാണാനും സന്ദർശിക്കാനും വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഇപ്പം ഇതിലെ ഒരു റോഡായിരുന്നു. റോഡൊന്നും ഇപ്പം ഇല്ല. ഫുള്ള് കല്ലും മണ്ണെല്ലാം നിറഞ്ഞൊരു ഇതായിപ്പോയി. ഫുള്ള് ഇതാ, ഒരു മനുഷ്യനെക്കാട്ടല്ല, ഒരു വീടിനെക്കാട്ടും വലിപ്പമുള്ള കല്ലും കാര്യങ്ങളിലാണ്. ഇതിലെയാണ് പൊട്ടി വന്നത്. ഒരുപാട് ആൾക്കാർ ഇവിടെ കാണാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതായിരുന്നു റോഡ്, ഇതായിരുന്നു. പക്ഷെ റോഡിപ്പോൾ ഇല്ല. റോഡ് ഒരു താൽക്കാലിക റോഡായിട്ടുള്ള ഇങ്ങനെ പൊട്ടിയത് അതിൻ്റെ മേലെ തന്നെ വന്നത്. ഇതിൻ്റെ മേലെ തന്നെ വന്നത്. നമുക്ക് ഇതിൻ്റെ മേലോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. നമുക്ക് മേലോട്ട് പോകാൻ പറ്റുമായിരിക്കില്ല അതിലൂടെ. ഇതാ ഇന്നലെ ഞാൻ പറഞ്ഞില്ല, നെക്സ്റ്റ് വന്നല്ല, ടാറ്റേൻ്റെ വണ്ടി. ഇതാ വോക്സ് വാഗൺ. ഒരു കാറ് കാണിച്ചു തരാം. ഒരു കാറ് പപ്പടം പൊടിഞ്ഞ പോലെ. ഒരു കാർ ഇങ്ങനെ ആയി പോണെങ്കിൽ കാറിൻ്റെ അവസ്ഥ ഭയങ്കര ഇതല്ല. ഇതിൻ്റെ മുകളിൽ നിന്ന് പൊട്ടി ഒലിച്ച് വന്ന വോക്സ് വാഗൻ്റെ കാറായത്. വോക്സ് വാഗൻ്റെ ഇത് എംബ്ലം കണ്ടിട്ട് മാത്രം മനസ്സിലായതാണ് ഇത് വോക്സ് വാഗൻ്റെ വണ്ടിയാണെന്നുള്ളത്. വീലിൻ്റെ മുകളിലുള്ള ഈ ഒരു എംബ്ലം മാത്രമാണ് നമുക്ക് വോക്സ് വാഗൻ്റെ പോളോ അങ്ങനത്തെ ഏതോ വണ്ടിയായത്. ഇടയ്ക്ക് പൊടിഞ്ഞു പോയി. അപ്പോൾ ഇതിൻ്റെ മേലെ നിങ്ങൾ തന്നെ ഞാൻ പോകുന്നത്. ഇതിൻ്റെ മേലെ ഇനിയും വണ്ടികളുണ്ട്. അതിൻ്റെ മുകളിലൊക്കെ വണ്ടിയും ടയറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അവരുടെ ടയറും കാര്യങ്ങളും കാണുന്നുണ്ട്. മുകളിലോട്ട് നമുക്ക് അതിലെ കയറി പോകാൻ പറ്റില്ല. JCB കയറി ഇറങ്ങിയ സ്ഥലം അത്. ഇത്രയും വലിയ പാറകളാണ് താഴോട്ടേക്ക് വന്ന്. ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു മല കാണുന്നുണ്ട്. ഇപ്പം ഞാൻ കാണിച്ചു തന്ന അപ്പുറത്ത് ഒന്നായിരുന്നു. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ വേറൊന്നും കൂടെ ഉണ്ട്. അതും കൂടെ കാണിച്ചു. ഒരു വീടിനേക്കാളും വലുത്, വീടിൻ്റെ അത്രയുള്ള അതുപോലത്തെ കല്ലുകളാണ് താഴോട്ടേക്ക് വന്നത്. ഇതിലെ പൊട്ടി ഇതാ പോയി. താഴെ കാണാൻ പറ്റുന്നില്ല.
നല്ല താഴ്ചയുണ്ട്. ഒരു 10-30 അടി താഴ്ചയുള്ളുണ്ട്. 30 അടി താഴ്ചയുണ്ട്. ഇതിലാ പൊട്ടി ഒലിച്ചു പോയെ. ഇതാണ് വെലങ്ങാട് ഉരുളുപൊട്ടിയ സ്ഥലം. മുകളിലേക്ക് നോക്കുന്നതാണെങ്കിൽ ഇതിലെ കല്ലും ചളിയും മണ്ണൊക്കെ വന്നു. അതിൻ്റെ മുകളിൽ നിന്നാണ് പൊട്ടി വന്നത്. ഇതാ കല്ലുകൾ കണ്ടില്ലേ, വലിയ കല്ലുകളാണ്. എന്നാടാ ഇങ്ങോട്ടാക്കിയതാ. പാലായില്ല. ആ ഇത് പാലാന്ന് നാട്ടുകാർ പറയുന്നത്. ഇതൊരു പാലാണ്. പാലത്തിൻ്റെ അടിയിൽ കൂടെ വെള്ളം പോകുന്നത്. ശരി, എന്താ പറയുക, ഫുള്ള് നിരന്ന് പോയി. എൻ്റെ കൈവരിയും കാര്യങ്ങളും ഒന്നുമില്ല. ജിയോൻ്റെ കുറെ ഇനി ജിയോനോട് തന്നെ ചോദിക്കണം. ഇതിലൂടെ റോഡക്കാരനോട് ഒരു 30 അടി താഴ്ചയുള്ളുണ്ട്. ഇങ്ങനെ പൊട്ടി ഇതിലേ പോയി. എൻ്റെ മേലെ ഇനിയുണ്ട് വേറെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ വെലങ്ങാട് ആളപായ ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്തേ, ആരും അത്ര ഗൗരവം എടുക്കാൻ. ഭയങ്കര പൊട്ട എവിടെയും പൊട്ടിയ. അല്ലേ, ഭയങ്കര സംഭവം തന്നെ. ആ കാറിൻ്റെ അവസ്ഥ നോക്കണ്ടേ, അത്രയും ചളി കൂടെ ഉരുണ്ട്. ഇതൊക്കെ ഒലിച്ചു വന്ന ജീപ്പാ. ചളിയും മണ്ണുണ്ടായിട്ട് ഫുള്ള് ഒലിച്ചു വന്നതാ. ജീപ്പിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം. ഫുള്ള് ഒലിച്ചു വന്നേ. ഇപ്പോൾ ഇതിങ്ങനെ ഇവിടെ സൈഡിലോട്ട് കാറ്റി വെച്ചത്. വന്ന് അടിഞ്ഞ കല്ലായി. ഒരു 2 നില വീടിൻ്റെ വലിപ്പമുണ്ട്. അത്രയും വലിയ കല്ല്. ഒന്നൊന്നുമല്ല, ഒരു 4-5 കല്ലുണ്ട്. മോൾ നന്ദിയാ. അതെല്ലാം അവിടെ തന്നെ അല്ലേ. അവിടെ പൊടിഞ്ഞു കാണുന്നില്ല. അത് വേറെ കല്ല് പോയി അടിച്ചിട്ട്. സ്ഥലം കാണാൻ ഇഷ്ടം പോലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന. അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വെലങ്ങാട് ഉരുളുപൊട്ടിയ സ്ഥലം കാണാൻ. അവിടെ വരെ മെയിനായിട്ട് വണ്ടി ഓരോരുത്തർ കൊണ്ടുവന്നുള്ളൂ. പിന്നെ അതിൻ്റെ താഴെ വണ്ടിയിലുള്ളത്. നേരെ ഓപ്പോസിറ്റ് വേറൊരു മലയും കൂടെ കാണുന്നുണ്ട്. അതിലൂടെ പോകാം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ മേലെ അത് ആൾക്കാർ നടന്നു പോകുന്നില്ലേ ആ സൈഡിലേക്ക്. ഈ റോഡിൻ്റെ ആദ്യത്തെ രൂപം കുറച്ചും കൂടെ താഴോട്ട് എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കാറ് കയറി വരുന്ന റോഡുണ്ടല്ലോ, അതിപ്പോൾ താൽക്കാലികമായിട്ട് നാട്ടുകാർ വണ്ടി മുകളിൽ കുടുങ്ങിപ്പോയ വണ്ടി ഉണ്ടായിരുന്നു, അത് താഴോട്ടേക്ക് ഇറക്കാൻ വേണ്ടി താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയ പാലാണിത്. അപ്പോൾ ഈ പാലം വലിയ ഉറപ്പും കാര്യങ്ങളൊന്നുമില്ല. അടിയിൽ മരവും കാര്യങ്ങളൊക്കെ വെച്ച് നിറച്ചിട്ട് താൽക്കാലികമായിട്ടൊരു റോഡാക്കി എടുത്തതാണ്. അതായി കാണുന്നത്. ഇതിൻ്റെ അടിയിൽ കൂടെ വെള്ളം പോകുന്നതൊക്കെ കാണാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഇവിടെയുള്ള സ്ഥിതിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതിൻ്റെ മുകളിൽ നിന്നാണ് പൊട്ടിപ്പോകുന്നത്. ആ അതിൻ്റെ മുകളിൽ നിന്നാണ് പൊട്ടി താഴോട്ടേക്ക് വന്നത്. അത്രയും മേലെ. ഞാനിത് അത്രയും സൂമാക്കിയിട്ട് എത്ര കിട്ടിയത്.
സൂം ഔട്ടാക്കിയപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് മേലോട്ട് പോകാലോ. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഒരുപാട് വീടുകളുണ്ട് ഇതിൻ്റെ മേലോട്ടേക്ക്. അപ്പോൾ ഇവിടത്തേക്കുള്ള റോഡില്ലാത്തതുകൊണ്ട് ഇപ്പോൾ മണ്ണിട്ടിട്ട് താൽക്കാലിക റോഡ് ഉണ്ടാക്കിയത്. ഇതിപ്പോൾ റോഡാക്കിയതാ. ഇവിടെ നല്ല റോഡുണ്ട് നീലോടി. അപ്പോൾ ഇതിപ്പോൾ തൽക്കാലം അത്യാവശ്യമുള്ള വണ്ടി JCB അങ്ങനത്തെ എല്ലാം കയറാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാം വീടുണ്ട്. ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായ സ്ഥലം. അപ്പോൾ ഇതാ ഈ കയറ്റം അങ്ങനെ തന്നെ കയറ്റി മേലേക്ക് പോകണം. അവിടെ കാല് ഊരുന്ന് നോക്കിക്കോളെ. ചെരുപ്പിൻ്റെ അടിയിൽ അത്രയും കനത്തിൽ മണ്ണ. ഫസ്റ്റ് ഇയറിൽ കേട്ടോ. ബാക്കി മുകളിലെത്തിയിട്ട് കാണിച്ചു തരാം. അവിടെയാ പൊട്ടി. അതിൻ്റെ മുകളിൽ നിന്ന് പൊട്ടിയിട്ട് അങ്ങനെ തന്നെ പോകുന്നല്ലേ. ഒരു കാറിത് പപ്പടം പൊടിഞ്ഞ പോലെ കിടക്കും. പപ്പടം പൊടിഞ്ഞ പോലെയാണ് മുകളിൽ നിന്ന് വെള്ളമായി. വോക്സ് വാഗൻ്റെ ടൈഗൂൺ എന്ന് പറഞ്ഞ വണ്ടിയായത്. 24 ലക്ഷം ഉറുപ്പ്യോളം വരുന്ന വണ്ടി. ഒരു കൊല്ലമായിട്ടില്ല എന്നറിയാൻ കഴിഞ്ഞ.